5ാം ക്ലാസ്സിലെ തജ്വീദിലെ 5ാമത്തെ പാഠം. പാഠം 5 ഹംസത്തുൽ വസ്ൽ. ഹംസത്തുൽ വസ്ലിനെ കുറിച്ചാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ഹംസകൾ 2 വിധത്തിലുണ്ട്. ഹംസത്തുൽ വസ്ല്, ഹംസത്തുൽ ഖത്ത്. ഹംസത്തുൽ ഖത്തിനെ കുറിച്ച് അടുത്ത പാഠത്തിൽ പഠിക്കാം. നമുക്ക് ഹംസത്തുൽ വസ്ൽ എന്താണെന്ന് നോക്കാം. ഉദാഹരണങ്ങൾ നോക്കാം. വഹ്ശൗനിൽ യൗമ, ഖുർആനിലെ ഒരു ആയത്തിന്റെ ഭാഗമാണിത്. വഹ്ശൗൻ എന്ന് വഖഫ് ചെയ്യുമ്പോൾ അൽ യൗമ, അൽ യൗമ എന്നാണ് തുടങ്ങേണ്ടത്. വഹ്ശൗനിൽ യൗമ എന്ന് ചേർത്ത് ഓതുമ്പോൾ ഈ ഹംസ ഉച്ചരിക്കുന്നില്ല. എന്നാൽ വഹ്ശൗൻ എന്ന് വഖഫ് ചെയ്തതിനു ശേഷം തുടങ്ങുമ്പോൾ അൽ യൗമ എന്ന് ഉച്ചരിക്കുന്നു. അപ്പോൾ ഹംസയെ ഉച്ചരിക്കുന്നു. അതായത് ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ വരുന്നതുമായ ഹംസയാണ് ഹംസത്തുൽ വസ്ൽ എന്ന് പറയുന്നത്. അടുത്തത് ലിനഫ്സി ഹബ്. ചേർത്തി ഓതുമ്പോൾ ഈ ഹംസ ഉച്ചാരണത്തിൽ വരുന്നില്ല. എന്നാൽ ലിനഫ്സി എന്ന് വഖഫ് ചെയ്തതിന് ശേഷം ഇസ്ഹബ്, ഇസ്ഹബ് എന്ന് തുടക്കത്തിൽ വരുമ്പോൾ ഈ ഹംസ ഉച്ചരിക്കുന്നു. ഈസബിനു മറിയം, ഈസബിനു മറിയം എന്ന് ചേർത്തി ഓതുമ്പോൾ ഈ ഹംസ ഉച്ചരിക്കുന്നില്ല. എന്നാൽ ഇബ്നു മറിയം എന്ന് തുടക്കത്തിൽ വരുമ്പോൾ ഇത് ഉച്ചരിക്കുന്നു. ഇത് ഖാലത്തിംറഅതു ഫിർഔന, ഇത് ചേർത്തി ഓതുമ്പോൾ ഈ ഹംസ ഉച്ചരിക്കുന്നില്ല. എന്നാൽ ഇംറഅതു ഫിർഔന എന്ന് തുടക്കത്തിൽ വരുമ്പോൾ ഈ ഹംസയെ ഉച്ചരിക്കുന്നു. അതായത് ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ വരുന്നതുമായ ഹംസക്ക് ഹംസത്തുൽ വസ്ൽ എന്നാണ് പറയുക. മുകളിൽ കാണിച്ച ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുക. ചേർത്തി ഓതുമ്പോൾ ഉച്ചരിക്കാത്ത ഹംസയെ തുടക്കത്തിൽ വരുമ്പോൾ ഉച്ചരിക്കുന്നു. ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരുന്നില്ല, എന്നാൽ തുടക്കത്തിൽ വരുമ്പോൾ ഉച്ചരിക്കുന്നു. വഹ്ശൗനിൽ യൗമ എന്ന ഉദാഹരണം നോക്കൂ. ഇതിൽ വഹ്ശൗനി എന്ന് വഖഫ് ചെയ്യുന്ന പക്ഷം അൽ യൗമ എന്ന് ഹംസ ഉച്ചരിച്ചു തന്നെ തുടങ്ങുന്നു. വഹ്ശൗനി എന്നതിൽ വാവില്ലാതെ പറയുമ്പോൾ ഇഹ്ശൗനി എന്ന് തന്നെ പറയണം. വാവില്ലാതെ പറയുമ്പോൾ ഇഹ്ശൗനി എന്ന് തന്നെ പറയണം. ഇപ്രകാരം ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ വരുന്നതുമായ ഹംസക്ക് ഹംസത്തുൽ വസ്ൽ എന്ന് പറയുന്നു. മറ്റു ഉദാഹരണങ്ങളും ഇതുപോലെ ശ്രദ്ധിച്ചു മനസ്സിലാക്കുമല്ലോ. തദ്രീബാത്ത്. ഈ പാഠത്തിലെ പഠന പ്രവർത്തനങ്ങൾ നോക്കാം. 1. ഉത്തരം പറയാം. അതിൽ ഒന്നാമത്തെ, ഹംസത്തുൽ വസ്ൽ എന്നാൽ എന്താണ്? ഹംസത്തുൽ വസ്ൽ എന്നാൽ എന്താണ്? ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ വരുന്നതുമായ ഹംസക്ക് ഹംസത്തുൽ വസ്ൽ എന്ന് പറയുന്നു. അതിൻ്റെ ഉത്തരം ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ വരുന്നതുമായ ഹംസക്ക് ഹംസത്തുൽ വസ്ൽ എന്ന് പറയുന്നു. 2. ഹംസത്തുൽ വസ്ൽ ഉച്ചാരണത്തിൽ വരാത്തത് എപ്പോൾ? ഉച്ചാരണത്തിൽ വരാത്തത് എപ്പോൾ? അതിൻ്റെ ഉത്തരം ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരുന്നില്ല. അതിൻ്റെ ഉത്തരം ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരുന്നില്ല. 3. ഉച്ചാരണത്തിൽ ഹംസത്തുൽ വസ്ൽ വരുന്നത് എപ്പോൾ? അതിൻ്റെ ഉത്തരം തുടക്കത്തിൽ വരുമ്പോൾ ഉച്ചരിക്കുന്നു. അതിൻ്റെ ഉത്തരം തുടക്കത്തിൽ വരുമ്പോൾ ഉച്ചരിക്കുന്നു. അടുത്തത് ഉദാഹരണം എഴുതുക. 1. തുടക്കത്തിൽ വന്ന വസ്ല് ഹംസ.
തുടക്കത്തിൽ വന്ന വസ്ല് ഹംസ. അതിൻ്റെ ഉത്തരം അൽ യൗമ ഇദ്ഹബ് ഇബ്നു മറിയമ ഇംറഅത്തു ഫിർഔന. ഇതിൽ നിന്നും ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അടുത്തത് രണ്ടാമത്തെ ചോദ്യം, ഉച്ചാരണത്തിൽ വരാത്ത ഹംസ. ഉദാഹരണം എഴുതാനുള്ളതിൽ രണ്ടാമത്തെ ചോദ്യം, ഉച്ചാരണത്തിൽ വരാത്ത ഹംസ. അതിൻ്റെ ഉത്തരം വഖ്ശൗനിൽ യൗമ ലിനഫ്സി ദഹബ് ഈസ ബിനു മറിയം ഇത് ഖാലത്ത് ഇംറഅത്തു ഫിർഔന. ഇതിൽ നിന്നും ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. താഴെ പറയുന്ന ഉദാഹരണങ്ങളിൽ നിന്ന് ഹംസത്തുൽ വസ്ൽ എടുത്തെഴുതുക. ഒന്നാമത്തെ റബ്ബിർഹംഹുമാ. ഇതിൽ നിന്നും ഹംസത്തുൽ വസ്ലിനെ എടുത്തെഴുതാണ് വേണ്ടത്. ഇർഹംഹുമാ ഇർഹംഹുമാ. 2 യാ ബുനയ്യ ഇർകബ് മാന. അതിൽ നിന്നും ഹംസത്തുൽ വസ്ല് ഇർകബ് മാന ഇർകബ് മാന. 3 വഖുൽന ദഖുലു വഖുൽന ദഖുലു. എടുത്തെഴുതേണ്ടത് ഉദ്ഖുലു ഉദ്ഖുലു. 4 വദ്ഖുലി ഫി ഇബാദി. അതിൽ നിന്നും എടുത്തെഴുതേണ്ടത് ഉദ്ഖുലി. എടുത്തെഴുതേണ്ടത് ഹംസത്തുൽ വസ്ല് ഉദ്ഖുലി. 5 മൽഖാരിഅ മൽഖാരിഅ. എടുത്തെഴുതേണ്ടത് അൽ ഖാരിഅ അൽ ഖാരിഅ. എഴുതാം. മുകളിലെ ഉദാഹരണങ്ങളിൽ ഹംസ ഉച്ചരിക്കുന്ന രൂപം കണ്ടെത്തി എഴുതാം. മുകളിലെ ഉദാഹരണങ്ങളിൽ ഹംസ ഉച്ചരിക്കുന്ന രൂപം കണ്ടെത്തി എഴുതാം. ഒന്നാമത്തതിൽ എങ്ങനെയാണ് ഹംസ ഉച്ചരിച്ചത്? ഇർഹംഹുമാ, ഈ എന്നാണ് ഉച്ചരിച്ചത്. രണ്ടാമത്തതിൽ ഇർകബ് മാന, ഈ എന്നാണ് ഹംസയെ ഉച്ചരിച്ചത്. മൂന്നാമത്തതിൽ വഖുൽന ദഖുലു, ഉദ്ഖുലു, ഉ എന്നാണ് ഹംസയെ ഉച്ചരിച്ചത്. നാലാമത്തെ വദ്ഖുലി ഫി ഇബാദി, ഉദ്ഖുലി, ഉ എന്നാണ് ഹംസയെ ഉച്ചരിച്ചത്. അഞ്ചാമത്തെ മൽഖാരിയ, അൽ ഖാരിഅ, അൽ ഖാരിഅ, ആ എന്നാണ് ഹംസയെ ഉച്ചരിച്ചത്. ഹംസ ഉച്ചരിക്കുന്ന രൂപം കണ്ടെത്തി എഴുതാണ് വേണ്ടത്. ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. 5ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.